കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനാണെങ്കിലും വീട്ടിൽ ലഞ്ചിന് പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും ഇല്ലെങ്കിലും ഒക്കെ സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന്. മിക്സിയുടെ ചെറിയ ഒരു ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 1.5 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ. കൂടെ നമുക്ക് പെരുംജീരകവും കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് പൊന്നി അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അരിയൊക്കെ ഒന്ന് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും ചേർക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഗ്രാമ്പും കുറച്ച് ഏലക്കയുടെ കുരുവും അതുപോലെ തന്നെ പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് മീഡിയം സൈസ് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പേസ്റ്റാക്കി വെച്ചേക്കുന്ന തക്കാളിയുടെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല പോലെ എണ്ണ പിരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പോൾ നല്ല ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എണ്ണ പിരിഞ്ഞ് വരുന്നത് വരെ ആക്കി എടുക്കണം കേട്ടോ. എണ്ണയൊക്കെ പിരിഞ്ഞ് നന്നായിട്ട് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മസാലയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല എണ്ണയൊക്കെ പിരിഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചോറ് വേവിച്ച് വെച്ചേക്കുന്നത് തട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ചോറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ പൊന്നിയരി എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസോ ബസ്മതി റൈസോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും സാധാരണ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ചോറ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ബസ്മതി റൈസിനും ജീരകശാല റൈസും കൈമ റൈസിനും ഒക്കെയാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ടൊമാറ്റോ റൈസിനില്ല. പക്ഷെ മോനുള്ളത് കൊണ്ട് മോന് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കഴിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വറുത്തിടുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ടൊമാറ്റോ റൈസിന്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് സൂപ്പറായിട്ടൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ടൊമാറ്റോ റൈസിന് സൈഡായിട്ട് ഞാനിവിടെ കുറച്ച് പപ്പടവും സലാഡും മുട്ട പുഴുങ്ങിയതും സോയാബീൻ ഫ്രൈ ചെയ്തതും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും സൂപ്പറാണ്. പിന്നെ മോനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.